MLA എന്ന നിലയിൽ ഞാനും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലാലൂരിലെ 14 ഏക്കർ സ്ഥലം ഇങ്ങനെ ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി നിർമ്മിക്കാനാണ് കോർപ്പറേഷൻ വിട്ടുവരികയും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മറ്റൊരു കേന്ദ്രം കണ്ടെത്തി കൊടുക്കുമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ 2 കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ലാലൂരിലെ മാലിന്യ കേന്ദ്രം എന്നേക്കുമായി അവസാനിച്ചു. അവിടെ അതിമനോഹരമായ ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് അവിടെ വരാൻ പോകുന്നുള്ളതാണ്. IM വിജയൻ എൻ്റെ നാമധേയത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ്. അവിടെ ഇപ്പോൾ കോവിഡ് കേന്ദ്രമായതും കോവിഡിൻ്റെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് എനിക്ക് അവിടെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 70,56,00,000 രൂപയുടെ ഒരു സ്പോർട്സ് കോംപ്ലക്സാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുന്നതോടുകൂടി തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനത്ത് നമുക്ക് ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങളുള്ള സാംസ്കാരിക തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് ലാലൂർ മേഖലയിൽ ഇത് വരുമ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല ഈ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നതോടുകൂടി വലിയ വികസനം അവിടെ ഉണ്ടാവും. 14 ഏക്കർ സ്ഥലമാണ് ഇതിന് വിട്ടു നൽകിയിരിക്കുന്നത്. 14 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ സ്പോർട്സ് കോംപ്ലക്സിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിന്തറ്റിക് ടർഫുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഫുട്ബോൾ കോർട്ട് അവിടെ ഉണ്ടാവുന്നതാണ്. അതുപോലെ നീന്തൽക്കുളം, ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ വിവിധ സ്പോർട്സ് ഇനങ്ങൾക്ക് പരിശീലനം നൽകാൻ കഴിയുന്ന സംവിധാനങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, അവിടെ വന്ന സ്പോർട്സ് താരങ്ങൾ താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലും ഒരു സ്പോർട്സ് കോംപ്ലക്സ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കായിക ഇനങ്ങളും പരിശീലിക്കാനും അതുപോലെ തന്നെ മത്സരങ്ങൾ നടത്താനും കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലയിലാണ് അവിടെ ഈ സ്പോർട്സ് കോംപ്ലക്സ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ാണ് ശ്രീ കേരള വർമ്മ. ഇവിടം മികവിന്റെ കേന്ദ്രമാക്കുന്നതിനായി 30 കോടി രൂപ കിഫ്ബി മുഖേന അനുവദിച്ചു. ജില്ലയിലെ ഗവൺമെന്റ് കോളേജായ കുട്ടനെല്ലൂരിലെ ശ്രീ അച്യുതമേനോൻ സ്മാരക കോളേജിന് കിഫ്ബി മുഖേന 10.52 കോടി രൂപയാണ് നൽകുന്നത്. ഈ തൃശ്ശൂർ പട്ടണത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള ശ്രീ കേരളവർമ്മ കോളേജിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണിത്. കോളേജിൻ്റെ ആരംഭഘട്ടത്തിന് ശേഷം ഇത്രയും പ്രധാനപ്പെട്ട ഒരു അക്കാദമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണം ഈ കോളേജിൻ്റെ സാഹചര്യങ്ങളിൽ സാധ്യമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഒരു മഹാകാര്യമായിട്ട് തന്നെ കേരളവർമ്മ കലാലയ കുടുംബം കാണുകയാണ്. 14 കോടിയോളം രൂപയാണ് ഇപ്പോൾ ഈ പുതിയ PG ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയിലെ ഉന്നമനത്തിലും MLA വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി 98.37 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. ജില്ലാ ആശുപത്രിയിലും സമാനമായ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. കൈവരിച്ചിട്ടുള്ളത്. മറ്റൊരു മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ചോക്കാട്, കാളികാവ്, കരുവാരക്കുണ്ട്, മമ്പാട്, പോരൂർ, തിരുവാലി, തുവ്വൂർ, വണ്ടൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലം. AP അനിൽകുമാറാണ് 2001 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്.
കിഫ്ബിയിൽ നിന്നും ലഭിച്ച ധനം ഉപയോഗിച്ച് ഒട്ടേറെ വൈവിധ്യങ്ങളാണ് ജില്ലയിലെ പ്രധാന വിദ്യാലയങ്ങളും കൈവരിക്കുന്നത്. മണ്ഡലത്തിലെ തുവൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബിയിൽ 5 കോടി രൂപ ലഭിച്ചതോടെ മികവിന്റെ കേന്ദ്രമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സ്കൂൾ. സ്കൂളിനെ ആധുനിക രീതിയിലേക്ക് ഉയർത്തി നാടിനെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് കിഫ്ബി പദ്ധതിയിലൂടെ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ. 2 മാസത്തിനകം പദ്ധതിയിലൂടെ പണി പൂർത്തിയാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. തുവൂർ ഒരു ഗ്രാമീണ മേഖലയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾ. വിദ്യാഭ്യാസത്തിനായി ഇവരുടെ ആശ്രയ കേന്ദ്രമാണ് തുവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 1974 സ്കൂൾ രൂപം കൊള്ളുന്നത്. വിദ്യാർത്ഥികൾ സാധാരണ കുറവാണ്. ഓലഷെഡിലടക്കം സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും കഠിന ശ്രമത്തിൽ സ്കൂൾ പടിപടിയായി വളർന്നു. ഇന്ന് 1800ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ. വണ്ടൂർ എംഎൽഎ AP അനിൽകുമാറിന്റെ പ്രത്യേക താൽപര്യത്തോടെ ലഭിച്ച കിഫ്ബി ഫണ്ടിൽ സ്കൂൾ ഹൈടെക് ആകുകയാണ്. 5,31,12,433 രൂപയാണ് കിഫ്ബിയിലൂടെ സ്കൂളിന് ലഭിച്ചത്. സ്കൂളുകളിൽ നല്ല രീതിയിൽ കുറേ ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. ഇതിനകം തന്നെ 3 കോടി രൂപയുടെ പദ്ധതി വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. 5 കോടി രൂപയുടെ പദ്ധതി തുവൂർ പഞ്ചായത്തിൽ അതിൻ്റെ ഏതാണ്ട് 80% ആയിക്കഴിഞ്ഞു. ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലാ പഞ്ചായത്തും MP-യും MLA-മാരുമൊക്കെ ഒട്ടനവധി ഫണ്ടുകൾ സ്കൂളിലേക്ക് അനുവദിച്ച് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് വരികയായിരുന്നു. ഈ ഒരു പദ്ധതി കൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി 3 കോടി രൂപ വീതം ഏതാണ്ട് പൂർത്തീകരിച്ച വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾക്ക് പുറമെ തിരുവാലി, അഞ്ചച്ചവടി, അതുപോലെ തന്നെ വണ്ടൂരിലെ മറ്റ് വിദ്യാലയങ്ങൾ, കരുവാരക്കുണ്ട് ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങൾക്കൊക്കെ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തികൾ നടന്നു വരുന്നേ ഉള്ളൂ. 1-2 പ്രവൃത്തികൾ ഇനി തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്ന വർഷം വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറേ വർഷങ്ങളായി ഉള്ള ഒരു ആഗ്രഹം എല്ലാ വിദ്യാലയങ്ങൾക്കും നല്ല അടിസ്ഥാന സൗകര്യം പൂർത്തീകരിക്കാൻ കഴിയും. കിഫ്ബിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വണ്ടൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മലയോര ഹൈവേക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ ഏതാനും റോഡുകൾ മലയോര ഹൈവേയുടെ 1-ാം ഘട്ട നടപടിക്രമങ്ങൾ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ASTS ടെൻഡർ നടപടികൾ എല്ലാം പൂർത്തീകരിച്ച് 1-ാം ഘട്ടം ഏതാണ്ട് പ്രവൃത്തി ഉടൻ തുടങ്ങുന്ന സ്റ്റേജിലെത്തിയിരിക്കുന്നു. ഏതാണ്ട് 50 കോടി രൂപ ചെലവ് വരുന്ന പ്രോജക്റ്റാണ് 1-ാം ഘട്ട മലയോര ഹൈവേക്കുള്ളത്. കാളികാവ് മുതൽ കരുവാരക്കുണ്ട് വരെയുള്ള
ഭാഗത്താണ് ഇന്ന് മലയോര ഹൈവേയുടെ ആദ്യഘട്ടം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഉടൻ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ 2004 ഹയർ സെക്കൻഡറിയായി ഉയർത്തിയത്. ഹയർ സെക്കൻഡറി തലത്തിലും ഉന്നതിയിലാണ് ഈ സ്കൂൾ. മികവിന്റെ കേന്ദ്രമാകുന്ന സ്കൂളിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോവിഡ് സ്കൂളിന്റെ നവീകരണ പ്രവൃത്തിയെയും പ്രതികൂലമായി ബാധിച്ചു. ഹൈസ്കൂൾ തലത്തിൽ 16ഉം ഹയർ സെക്കൻഡറി തലത്തിൽ 4 ക്ലാസ് റൂമുകളാണ് പദ്ധതിയിലുള്ളത്. കൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 ക്ലാസുകളും ഉൾപ്പെടെ 22 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറുകയാണ്. 300 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ആധുനിക കിച്ചണും നിർമ്മാണം. മണ്ഡലത്തിലെ തന്നെ മറ്റൊരു പ്രധാന വിദ്യാലയമാണ് വണ്ടൂർ ഗേൾസ് സ്കൂൾ. കിഫ്ബിയോട് ലഭിച്ച 3 കോടിയിലൂടെ ഇവിടെയും ഹൈടെക് ആയിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം സവിശേഷ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വിദ്യാലയം കൂടിയായിരുന്നു വണ്ടൂർ ഗേൾസ് സ്കൂൾ. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ കെട്ടിടങ്ങളുടെ അഭാവം മൂലം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നു ക്ലാസുകൾ നടന്നിരുന്നത്. രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച മുതൽ വൈകുന്നേരം വരെയുമായിരുന്നു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും വിജയ ശതമാനത്തിലും വിദ്യാഭ്യാസ പുരോഗതിയിലും സ്കൂൾ മുൻപന്തിയിൽ തന്നെ. എൻ്റെ പേര് ഗൗരി. ഞാൻ ഈ സ്കൂളിലെ HM ആണ്. 2017 ഞാൻ ഇവിടേക്ക് എത്തിയത്. ഈ സ്കൂളിൽ മുൻപേ തന്നെ ഞാൻ HSC ആയിട്ട് 20 വർഷം വർക്ക് ചെയ്തതുകൊണ്ട് ഈ സ്കൂളിൻ്റെ മുൻപത്തെ അവസ്ഥ എന്താണെന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കിഫ്ബി ഫണ്ടിലൂടെ നമുക്ക് 3 കോടി രൂപ ഏറ്റവും ആദ്യമായിട്ട് അനുവദിക്കപ്പെട്ട സ്കൂളാണ് വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. കാരണം നമ്മുടെ സ്കൂളിൻ്റെ അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. 3-4 ഷിഫ്റ്റുകളിലായിട്ടാണ് കുട്ടികൾ ഇവിടെ വന്നു പോയിരുന്നത്. ബിൽഡിങ്ങിൻ്റെ അപര്യാപ്തത, സ്ഥലത്തിൻ്റെ കുറവ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന കുട്ടികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 30 വർഷത്തോളമായിരുന്നു ഇവിടെ സെഷൻ സമ്പ്രദായം നിലനിന്നിരുന്നത്. ഈ 3 കോടി രൂപ അനുവദിക്കപ്പെട്ട ആദ്യ ബാച്ചിൽപ്പെട്ട സ്കൂളാവുകയും ഏകദേശം 10 മാസം കൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്കൂളിൻ്റെ ഇത്രയും വർക്ക് നടക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 2019 ഒക്ടോബറിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ബിൽഡിംഗ് വന്നതിന് ശേഷം നമുക്കറിയാം കുട്ടികളുടെ എണ്ണത്തിൽ ധാരാളം വർധനവുണ്ടായി. ഒരു പ്രാവശ്യം ഇവിടുന്ന് കൊഴിഞ്ഞു പോയിരുന്ന കുട്ടികളെല്ലാം അതിനേക്കാൾ കൂടുതലായി സ്കൂളിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം. അപ്പോൾ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ അതിൽ ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 20-25-30% കുട്ടികളും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള മക്കൾക്കാണ് ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമായിട്ടുള്ളത്. എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക്കായി മാറിയിട്ടുണ്ട്. അത്യാധുനിക രീതിയിലുള്ള ടോയ്ലറ്റ്സ്, കമ്പ്യൂട്ടർ ലാബുകൾ, 16,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 24 ക്ലാസ് മുറികൾ അടങ്ങിയ ബിൽഡിംഗാണ് നമുക്കിതിലൂടെ കിട്ടിയത്. കൂടാതെ ഓഫീസ് കെട്ടിടങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരിമിതികൾ മനസ്സിലാക്കി സവിശേഷ സാഹചര്യത്തിലൂടെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനികളും ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ് മുറികളുടെ സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു. സെഷണൽ സിസ്റ്റമാണ് പോയിക്കൊണ്ടിരുന്നത്. ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സ്കൂളിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ക്ലാസ് മുറികളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. പഠിക്കാനുള്ള അന്തരീക്ഷം ഇല്ലായിരുന്നു. എന്നാൽ 2 വർഷമായിട്ട് ഗവൺമെൻറ് 3 കോടി പാസ്സാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല ബിൽഡിങ്ങും അതുപോലെ നല്ല ക്ലാസ് മുറികളും അതിനനുസരിച്ച് സൗകര്യങ്ങളും ഇപ്പോൾ കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാനും അതുപോലെ ക്ലാസ് റൂമുകളിൽ ഇരിക്കാനും വളരെ സൗകര്യമാണ്. ഇപ്പോൾ ഹൈടെക് ക്ലാസ് റൂമുകളും അതേപോലെ നല്ല ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹവും അതേപോലെ പഠിക്കാനുള്ള സുഖങ്ങളും കൂടി. അടിസ്ഥാന സൗകര്യങ്ങളും അതിനൊപ്പം നല്ലപോലെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നല്ല ടോയ്ലറ്റ്, അതേപോലെ കമ്പ്യൂട്ടർ ലാബ്,
അതുപോലെ മറ്റ് സൗകര്യങ്ങളും നല്ല ക്ലാസ് റൂമുകളും ഹൈടെക് ക്ലാസ് മുറികളും ഒക്കെ ഉണ്ട്. നാടിന്റെ അഭിമാനമാകാൻ പോകുന്ന ഒരു സ്ത്രീ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സ്കൂൾ അവിഭാജ്യ ഘടകം തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് അക്കാദമിക് രംഗത്താണെങ്കിലും വളരെയധികം മുൻപന്തിയിലാണ്. ഈ വണ്ടൂർ ഉപജില്ലയിൽ തന്നെ, നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണ് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത്. അതായത് വളരെയധികം ലിറ്റിൽ കൈറ്റ്സ്, ചാമ്പ്യൻസ് തുടങ്ങിയ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. SPC അവരൊക്കെ വളരെയധികം മികച്ച സേവനങ്ങളാണ് ഈ സ്കൂളിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ അക്കാഡമിക് രംഗത്ത് എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം സ്കോളർഷിപ്പുകൾ വർഷങ്ങളായിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നാമതാണ് ഞങ്ങളുടെ സ്കൂള്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ വളരെയധികം സപ്പോർട്ടാണ്. അട്രാക്റ്റീവായിട്ടുള്ള ക്ലാസ് മുറികളാണ് ഇവിടെ നമുക്ക് കാണാനൊക്കെ കഴിയുന്നത്. ഒരു ഗവൺമെന്റ് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. പ്രൊജക്ടറും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. കിഫ്ബിയിലൂടെ സമഗ്ര വികസനം ഈ സ്കൂളിന് കൈവന്നതോടെ തങ്ങൾക്ക് ലഭിച്ച പുരോഗതിയിൽ ഏറെ സന്തുഷ്ടരാണ് വിദ്യാർത്ഥിനികളും അധ്യാപകരും രക്ഷിതാക്കളും. കിഫ്ബി അങ്ങനെ മലപ്പുറത്തിന്റെ വിശ്യ വണ്ടൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സുപ്രധാന ഘടകമാവുകയാണ്. വിദ്യാഭ്യാസ മേഖല കൂടാതെ പ്രദേശത്ത് രൂക്ഷമായിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനും കിഫ്ബി തന്നെ അവിഭാജ്യ ഘടകമായി. തിരുവാലി കുടിവെള്ള പദ്ധതി നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം തന്നെയായിരുന്നു. തിരുവാലി പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതി തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ മുൻ പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്ററുടെ കാലത്തിലാണ് ആദ്യമായിട്ട് ഇതിനെ തുടക്കം കുറിച്ചത്. ഭൂമി കണ്ടെത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തും അതിനെ തുടർന്ന് ഇത് നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആദ്യഘട്ടം 14 കോടി രൂപയാണ് ഈ കുടിവെള്ള പദ്ധതിക്ക്. ഇതിൻ്റെ ആര്യന്തൊടിയിലെ കിണർ, അതുപോലെ തന്നെ ഈ പ്യൂരിഫിക്കേഷൻ ടാങ്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ആദ്യഘട്ടം അനുവദിച്ചത്. പിന്നീട് അത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിലൂടെയാണ് ലഭിച്ചത്. പിന്നീട് 13 കോടി രൂപ ഇതിൻ്റെ സർവേക്ക് വേണ്ടിയിട്ട് ലഭിക്കുകയുണ്ടായി. തുടർന്ന് 22 കോടി രൂപ കിഫ്ബിയിലൂടെ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതി വഴി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ പിന്നീട് അനുവദിച്ചു. തുടർന്ന് ഹൗസ് കണക്ഷൻ നൽകുന്നതിന് വേണ്ടി 12.61 കോടി രൂപ വീണ്ടും അനുവദിച്ചു. ഈ പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ 8412 ഗാർഹിക കുടുംബങ്ങൾക്ക് പൂർണ്ണമായും ശുദ്ധജലം എത്തിക്കുക വഴി തിരുവാലി പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഇത്. നമുക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു കുടിവെള്ള പദ്ധതി തിരുവാലി വണ്ടൂർ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. 15 കോടി രൂപ അന്ന് അനുവദിക്കുകയും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ രണ്ടാം ഘട്ടത്തേക്ക് ഏതാണ്ട് 20 കോടി രൂപയോളം നമുക്ക് ആവശ്യമായിരുന്നു. ആ രണ്ടാം ഘട്ടം പൂർത്തീകരണത്തിന് ആവശ്യമായ 20 കോടി രൂപയും കിഫ്ബി അനുവദിച്ചു. അങ്ങനെ അതിൻ്റെ ഏതാണ്ട് പ്രവൃത്തി 95% പൂർത്തീകരിച്ചു. ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിയും. നമ്മുടെ വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ തിരുവാലി വണ്ടൂർ പ്രദേശങ്ങളിൽ മുഴുവൻ വീടുകളിലേക്കും നമുക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ആ പദ്ധതിയെ മാറ്റാൻ കഴിയും. അതിന് 20 കോടിയുടെ കിഫ്ബിയുടെ ധനസഹായം ലഭ്യമാണ്.
പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. പദ്ധതിക്കായി 20 കോടിയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. കിഫ്ബി അങ്ങനെ ജില്ലയിലാകെ വികസനത്തിന്റെ വിജയക്കൊടി പാറിപ്പിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കൊപ്പം ഇനിയും കൂടുതൽ വികസന സ്വപ്നങ്ങൾ കാണുകയാണ് വണ്ടൂരുകാർ.